السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. കുറച്ച് സമയം നമുക്ക് സാധാരണ പോലെ ഫതഹുൽ മുഈൻ ഓതാം. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ജമാഅത്തിന്റെ ബാബാണല്ലോ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇനി ജമാഅത്തിന്റെ ഫളീലത്ത് അഥവാ 27 ദറജ കിട്ടാൻ എന്ത് വേണം? അതിന്റെ ആകെ സുന്നത്തുകളല്ല, എപ്പോഴാണ് ഒരാൾക്ക് ജമാഅത്ത് കിട്ടുക എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ആലൂരിനെ ഡോട്ടിട്ടാല് ആലൂരിനെ ഡോട്ടിട്ടാ പിന്നെ ഫത്വൽ മുഈൻ ഇവിടെ പബ്ലിക്കിൽ അടിക്കാൻ കഴിയൂല. ആട്ടെ. വതുദ്റകു ജമാഅത്തുൻ, ജമാഅത്ത് എത്തിക്കപ്പെടും. ജമാഅത്ത് എത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഐ ഫളീലത്തുഹ എന്ന് പുറത്ത് പറയുന്നത്, അഥവാ ജമാഅത്തിന്റെ മഹത്വം, അഥവാ 27 ദറജ അല്ലെങ്കിൽ 25 ദറജ അത് ലഭിക്കും. ഫീ ഗൈരി ജുമുഅത്തിൻ, ജുമുഅയിൽ അല്ലാത്ത മറ്റ് നിസ്കാരങ്ങളിൽ. അതങ്ങനെ എന്തിനാ പറഞ്ഞത് എന്ന് വെച്ചാല്, ജുമുഅയിൽ ജുമുഅ കിട്ടുമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു റക്അത്തെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടണമെന്നാ. അതിപ്പോ ജുമുഅ കിട്ടാനാണ്, അല്ലാതെ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടാൻ ജമാഅ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒരു കണക്കാ. അപ്പൊ തുദ്റകു ജമാഅത്തുൻ ലിൽ മുസല്ലി, നിസ്കരിക്കുന്ന വ്യക്തിക്ക് ജമാഅത്തിന്റെ മഹത്വം, അതിന്റെ ഫളീലത്താവുന്ന 27 ദറജ ലഭിക്കുന്ന ജമാഅത്ത് കിട്ടും. എപ്പോ കിട്ടും? മാലം യുസല്ലിം ഇമാമുൻ, ഇമാം സലാം വീട്ടാത്ത കാലത്തോളം. മനസ്സിലായില്ലേ? മാ ലർഫ് മസ്തരി ആണ് ആരൂര്. അപ്പോ മുദ്ദത്ത അദമി സലാമിൽ ഇമാമി എന്നാണ് അതിന് അർത്ഥം വരിക. മാന്റെ ശേഷം മസ്തർ ലർഫിയും മസ്തരിയുമായ ശേഷമുള്ള ജുംലനെ മസ്തർ കൊണ്ട് സങ്കൽപ്പിച്ച് അതില് സമാന് കൊടുക്കണം. അപ്പോ മാലം യുസല്ലിം ഇമാമുൻ, ഇമാമ് സലാം വീട്ടാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ ഇമാമ് സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യൻ എപ്പ തുടർന്നാലും അവന് ജമാഅത്തിന്റെ 27 ദറജ കിട്ടും. ഒരാള് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ ഇമാമിന്റെ കൂടെ ഉണ്ട്, അയാൾക്കും ജമാഅത്തിന്റെ കൂടെ കിട്ടും. ഒരാള് വന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അപ്പോക്ക് ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. ഈ രണ്ടാൾക്കും 27 ദറജ എന്ന് പറയുന്ന ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുമെന്ന് ബാപ്പ പറഞ്ഞു. രണ്ടാൾക്കും 27 കിട്ടും. തുടക്കം മുതൽ തന്നെ കൂടി നോക്കും കിട്ടുന്നത് 27 തന്നെയാണ്. അവസാനം ഇമാം സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് തുടർന്നവനും കിട്ടുന്ന ഫളീലത്ത് 27 തന്നെയാണ്. പക്ഷേ എണ്ണത്തിൽ രണ്ടും 27 ആണെങ്കിലും തുടക്കം മുതൽ കൂടിയവന് കിട്ടുന്ന 27ന്റെ വണ്ണം കൂടും. ലാസ്റ്റ് വന്ന് കൂടുന്നവരുടെ 27ന്റെ വണ്ണം കുറയും. എണ്ണം രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, ക്വാണ്ടിറ്റി രണ്ടും കണക്കാണ് എന്നാണ് ആലൂരെ പറഞ്ഞത്. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് തുടർന്നവനും ഫസ്റ്റ് തന്നെ തുടർന്നവനും രണ്ടും 27 എന്ന് പറഞ്ഞ
ആ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ആദ്യം തുടർന്നവരുടെ 27 വളരെ മഹത്തരമായിരിക്കും. ലാസ്റ്റ് തുടർന്നവരുടേത് എന്തായിരിക്കും? കുറച്ച് താന്ന്. നമ്മളെ ഇന്ത്യന്റെ ഉറുപ്പ്യം കുവൈത്തിന്റെ ദീനാറോ അതല്ലെങ്കിൽ ബഹ്റൈന്റെ ദീനാറോ ഒക്കെ പോലെ ഉണ്ടാവും എന്നർത്ഥം. മനസ്സിലായില്ലേ? സംഗതിയൊക്കെ ഒന്നിനൊന്ന് തന്നെയാണ്. പക്ഷേ കുവൈത്ത് ദീനാറാവുമ്പോ ഉറുപ്പ്യ കുറച്ച് ഏറും. പക്ഷെ എണ്ണെന്താണ്? അവിടെ ഒന്ന് ഇവിടെ ഒന്ന് എന്നതുപോലെയാണ്. തുടക്കത്തിൽ തുടർന്നാലും 27, ലാസ്റ്റ് സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് തുടർന്നാലും 27. പക്ഷെ 2 ഒരുപോലെയല്ല. ഒന്ന് ഒമാന്റെ ദീനാറാണ്, അല്ലെങ്കിൽ കുവൈത്തിന്റെ ദീനാറാ. മറ്റേതോ നമ്മളെ ഇന്ത്യന്റെ ഉറുപ്പ്യ. ആ വ്യത്യാസം ഉണ്ടാവും. സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോ തുടർന്നാലും മതി എന്ന് പറഞ്ഞല്ലോ. ഐ ലം യന്തിഖ് ബിമീമി അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയലാണല്ലോ ഫർള്. വറഹ്മത്തുള്ളാഹി എന്നത് സുന്നത്തേ ഉള്ളൂ. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് ഒരു പ്രാവശ്യം ഇമാമ് പറഞ്ഞ് മീം ഉച്ചരിച്ചാൽ ഇമാമ് നിസ്കാരത്തിൽ നിന്ന് പുറത്തു കടന്ന ഹുക്കുമായി. ബാക്കിയുള്ളതിന്റെ തത്മീം തന്നെയാണ്, പൂർത്തീകരണം തന്നെയാണെങ്കിൽ പോലും നിയമപരമായി അസ്സലാമു അലൈക്കും എന്ന് ഫസ്റ്റിൽ പറഞ്ഞാൽ ഇമാമിന്റെ നിസ്കാരം കഴിഞ്ഞു. അതിന്റെ മുമ്പ് എന്തു വേണം? അല്ലാഹു അക്ബർ എന്നതിലുള്ള റാവ് ഉച്ചരിച്ചിരിക്കണം. അപ്പൊ ഇമാമ് കുറച്ച് സാവകാശം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ തന്നെ അല്ലാഹു അക്ബർ എന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ ഇയാൾ അലിഫ് പറഞ്ഞതിന് ശേഷമാണ്. പക്ഷെ മീമിന്റെ മുമ്പ് മഅ്മൂമ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലിട്ടുന്ന. പക്ഷെ ഇമാം റംലി റഹ്മത്തുള്ളാഹിന്റെ തരീഖ് അങ്ങനെയല്ല. ഇമാമ് അസ്സലാമു അലൈക്കും എന്നതിലെ ഹംസ തുടങ്ങുന്നതിന് മുമ്പ് മഅ്മൂമ് അല്ലാഹു അക്ബർ എന്ന റാ ഉച്ചരിച്ചിരിക്കണം. അലിഫ് തുടങ്ങി അസ്സലാമു അലൈക്കും എന്നതിൽ ഹംസ തുടങ്ങിയതിന് ശേഷം പിന്നെ മഅ്മൂമ് തുടർന്നാൽ ആ തുടർച്ച ശരിയാവില്ല. കാരണം തഹല്ലുലിന്റെ സബബിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇമാമ്. അപ്പൊ അവിടെ 2 തരീഖും, റംലിന്റെ തരീഖും അതുപോലെ തന്നെ ഇബ്നു ഹജറിന്റെ തരീഖും റഹ്മത്തുള്ളാഹി അലൈഹിമ, ഈ 2 തരീഖും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ രണ്ടിലും മത്തിന് പറഞ്ഞ ഭാരത്തിന് കുഴപ്പമൊന്നുമില്ല. മാലം മുസല്ലിം ഇമാമുൻ എന്ന് പറഞ്ഞു. ഇമാമ് സലാം വീട്ടാത്ത സലാം വീട്ടി കയ്യാത്തവൻ അർത്ഥം വെക്കും. ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തരീഖ് അനുസരിച്ച്, റംലി തങ്ങളുടെ തരീഖ് അനുസരിച്ചാണെങ്കിൽ ഇമാം സലാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. ഇങ്ങനെ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും. വഇല്ലം യഖഅദ്, ഈ മഅ്മൂമ് ഇരുന്നിട്ടില്ലെങ്കിലും ശരി, മഅഹു ഇമാമിന് കൂടെ. നേരെ ഇരിക്കാൻ സമയം കിട്ടിയില്ല, അപ്പോക്ക് സലാം വീട്ടി എന്നാലും ജമാഅത്തിന്റെ കൂലി കിട്ടുമെന്ന്. അതെങ്ങനെ ഇരിക്കാൻ സമയം കിട്ടാതെന്ന്? ബി അൻ സല്ലമ, ഇമാമ് സലാം വീട്ടൽ കൊണ്ട് അഖിബ തഹറുമിഹി, മഅ്മൂമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ സലാം എന്തായിപ്പോയി? ഇമാമ് സലാം വീട്ടി. അപ്പൊ പിന്നെ ഇനി ഇരിക്കാൻ പാടില്ലല്ലോ. അവിടെ ഇരിക്കൽ തന്നെ ഹറാമാവിനേനാ. ഇവൻ അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ഇമാമ് സലാം വീട്ടിക്കും. എന്നാ പിന്നെ ഇമാമിന്റെ അടുത്തേക്ക് മുതാബഅത്തിന് വേണ്ടി ഇരുത്തത്തിലേക്ക് പോകൽ ഹറാമാ. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത നമസ്കാരം ബാത്തുലാവും. നേരെ മറിച്ച് വേറെ ചില സാധുക്കളുണ്ട് നമ്മളെ നാട്ടിലെ, ചില വിവരമില്ലാത്ത കുഞ്ഞാപ്പുകൾ. ഓലെന്താക്കും? ഇമാമ അത്തഹിയ്യാത്ത് സലാം വീട്ടാനായിന്, അപ്പൊ പിന്നെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ട് ഇരിക്കാതെ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു. ആവും കുഴപ്പ. ഇവൻ തക്ബീർ കിട്ടിയിട്ട് ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് എത്ര കുറച്ച് സമയം കിട്ടിയാലും ഇരുന്നോളണം. ഇരിക്കാതെ അവൻ മനഃപൂർവ്വം അങ്ങനെ നൃത്തത്തിൽ വന്നാൽ അത് ഹറാമാണ്. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത നമസ്കാരം ബാത്തുലാവും. അപ്പൊ സമയം കിട്ടിയാൽ ഇരിക്കണം, സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇരിക്കാൻ പാടില്ല. പക്ഷേ ഇവൻ ഇരുന്നോ ഇരുന്നില്ലേ എന്നത് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടാൻ ആവശ്യമില്ല. ഇരിക്കേണ്ട സമയമാണെങ്കിൽ ഇരിക്കണം, അത് വേറെ വിഷയം. ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇരിക്കണ്ട. തക്ബീറത്തുൽ ഇഹ്റാം സലാം വീട്ടുന്നതിന്റെ മുമ്പ് കിട്ടിയല്ലോ, ഒരു ജമാഅത്തിന്റെ കൂലി ഇട്ടു. ഫയഹ്സുലു ലഹു, അതന്നെ ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ വ്യക്തിക്ക് ലഭിക്കും ജമീഉ സവാബിഹാ വഫദ്ലിഹാ. അത് രണ്ടും ഒരർത്ഥം തന്നെ, ഫള് സവാബ് എന്നൊക്കെ പറഞ്ഞ അതൊന്ന് തഫ്സീറായിട്ട് പറഞ്ഞു എന്ന് പറയും. ആ ജമാഅത്തിന്റെ മുഴുവൻ പ്രതിഫലവും
മഹത്വവും കിട്ടും. എണ്ണത്തിൽ 27 കിട്ടുമെന്ന് അതാ പറഞ്ഞതിന്റെ അർത്ഥം. ലാക്കിൻഹു, പക്ഷേ ഈ സവാബ്, ഈ ലാസ്റ്റ് തുടർന്നവന് കിട്ടുന്ന ഈ സവാബ് ദൂന ഫളി മന്നദറക്കഹ കുല്ലഹ, ജമാഅത്തിനെ മുഴുവനായിട്ട് ഇമാമിന്റെ കൂടെ കിട്ടിയവന് കിട്ടുന്നതിന്റെ താഴെയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കുറച്ച് മോശമായിരിക്കും, താഴ്ന്നതായിരിക്കും, കുറച്ച് തടിയും മണ്ണും കുറയും അർത്ഥം. ഇനി വമൻ, ഒരു വ്യക്തി അതിറക്ക, അവൻ എത്തിച്ചു ജുസ്അൻ മിൻ അവലിഹ, നിസ്കാരത്തിന്റെ ആദ്യത്തിൽ നിന്ന് അല്പസമയം കിട്ടി, തുടക്കത്തിൽ കുറച്ച് സമയം കിട്ടി ഇമാമിന്റെ കൂടെ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇമാമിന്റെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സുമ്മ ഫാറഖ, പിന്നീട് ഇമാമിനെ ആ മഅ്മൂമ വിട്ടുപിരിഞ്ഞു. എങ്ങനെ വിട്ടുപിരിഞ്ഞു? ബിഉദ്രിൻ, ഇമാമിനോട് തുടർന്നു പോകാൻ പറ്റാത്ത, ജമാഅത്ത് ഒഴിവാക്കാൻ അനുവദിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഉദ്ർ കാരണം ഇമാമിനെ വിട്ടുപിരിഞ്ഞു. അതല്ലെങ്കിൽ, അത് മഅ്മൂമ വിട്ടുപിരിഞ്ഞത്, അതല്ലെങ്കിൽ ഔ ഖറജൽ ഇമാമു, ഇമാമ് നിസ്കാരത്തിൽ നിന്നിട്ട് പുറത്തുപോയി, ബിനഹ്വി ഹദസിൻ, വുളു മുറിയ, അല്ലെങ്കിൽ അവിടത്ത് മറക്കുന്ന വസ്ത്രം കീറിപ്പോയി, അല്ലെങ്കിൽ നജസ് കൊണ്ടിട്ട് നിസ്കരിക്കാൻ പറ്റാതായി തുടങ്ങിയ നിസ്കാരം ബാത്തിലാവുന്ന എന്തോ സംഗതികൾ ഉണ്ടായതിന്റെ പേരിൽ ഇമാമ് നിസ്കാരത്തിൽ നിന്ന് പുറത്തുപോയി. രണ്ടായാലും ഹസ്വലലഹു, ആ മഅ്മൂമിനും കിട്ടും ഫളുൽ ജമാഅത്തി, ജമാഅത്തിന്റെ ഫള് 27 ദർജ എന്ന് പറഞ്ഞപ്പോ എന്തായി? ഒരാള് ലാസ്റ്റ് ഇമാം സലാം വിട്ടുന്നതിന് തൊട്ടുമുമ്പ് തുടർന്ന് അയാൾക്കും 27 ദർജ കിട്ടും. ഒരാള് ഫസ്റ്റിൽ തുടർന്നു, ഇയാള് തുടർന്ന് അല്ലാഹു അക്ബർ ചൊല്ലി കഴിഞ്ഞേ ഉള്ളൂ, അപ്പോക്ക് ഇമാമിന് എടുക്കൽ എന്തോ ബാത്തിലാകുന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഇമാം നിസ്കാരത്തിൽ നിന്ന് പുറത്തുപോയി. എന്നാൽ ഈ വ്യക്തിക്കും ജമാഅത്തിന്റെ 27 ദർജ കിട്ടും. ഇനി അങ്ങനെയല്ല, തുടർന്നു കഴിഞ്ഞു, ഉടനെ തന്നെ എന്തോ ഈ ജമാഅത്ത് ഒഴിവാക്കാൻ അനുവദനീയമാവുന്ന ഉസ്റുകളിൽപ്പെട്ട എന്തോ ഒരു ഉസ്റ് മഅ്മൂമിന് നേരിട്ടു, ആ ഉസ്റ് കാരണം ഇമാമിനെ വിട്ടുപിരിഞ്ഞു, എന്നാലും ഈ 27 ദർജ കിട്ടൂ. അപ്പൊ ഇമാമ നിസ്കാരത്തിൽ നിന്ന് പുറത്തുപോയി, അപ്പൊ മഅ്മൂമിന്റെ അടുക്കൽ കുറ്റമില്ല. അല്ലെങ്കിൽ മഅ്മൂമ നിസ്കാരത്തിൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോന്നു, കാരണം അയാൾക്ക് ജമാഅത്ത് വിടാൻ അനുവദിക്കപ്പെടുന്ന ഉസ്റുണ്ട്, അല്ലെങ്കിൽ ഒടുവിന് തുടർന്നു. ഇവർക്കൊക്കെയും 27 ദർജ കിട്ടും. മനസ്സിലായോ? ഇതൊക്കെ ഇപ്പൊ ഇവിടെ ജുമാ അല്ലാത്ത മറ്റ് നിസ്കാരങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത്. സലാമിന്റെ തൊട്ടു മുമ്പ് തുടരുകയോ നേരത്തെ തുടർന്ന് ഉസ്റ് കാരണം ഇമാമുമായി വിട്ടുപിരിയുകയോ അല്ലെങ്കിൽ ഇമാമ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്താൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും എന്ന് പറഞ്ഞത് ജുമാ അല്ലാത്തോടത്താണ്. അമ്മൽ ജുമുഅത്തു, അപ്പൊ ജുമാ ആണെങ്കിലോ ഫലാ തുദ്റകു, ജുമാ എത്തിക്കപ്പെടും. കേട്ടോ, ജുമാന്റെ ജമാഅത്തിന്റെ ഫളീലത്ത് അല്ല പറയുന്നത്, ജുമാ കിട്ടൂല. എങ്ങനെയല്ലാതെ? ഇല്ലാ ബിറക്അത്തിൻ, ഒരു കാബിലായ ഒരു റക്അത്ത് ഇമാമിനെ കൂടെ കിട്ടിയെങ്കിലേ ജുമാ കിട്ടുള്ളൂ. ജമാഅത്തിന്റെ ഫളീലത്തല്ല അത് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ടതല്ല വിഷയം. ഏതായാലും പറഞ്ഞപ്പോ അത് പൂർത്തിയാക്കാന്ന് മാത്രം. അപ്പൊ ജുമായിലാണെങ്കിലും അല്ലാത്തതിലാണെങ്കിലും 27 ദർജ എന്ന് പറയുന്ന ജമാഅത്തിന്റെ 27 ദർജ കിട്ടാൻ സലാം വീട്ടുന്നതിന് മുമ്പ് തുടർന്നാൽ മതി. പക്ഷെ ജുമാ എന്ന ഫളീലത്ത് കിട്ടണമെങ്കിൽ ഒരു റക്അത്ത് മുഴുവനായി ഇമാമിന്റെ കൂടെ ജമാഅത്താവുകയും അതുപോലെ തന്നെ സഹീഹായ 40 ആളുകൾ പൂർണ്ണമായ നിലക്ക് നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തെങ്കിലേ ജുമാ കിട്ടുള്ളൂ. കമായത്തിയായി ജുമാന്റെ ബാബിൽ പിന്നീട് വരുന്നുണ്ട്. അത് ജമാഅത്തിന്റെ ഫളീലത്തല്ല, ജുമാ ലഭിക്കാൻ ആവശ്യമാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി വേറെ ചില കാര്യങ്ങൾ പറയാം, വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ 1-2 കാര്യങ്ങൾ. വയുസന്നു, സുന്നത്താക്കപ്പെടും, ലിജംഇൻ, ഒരു സംഘം ആളുകൾക്ക്. എങ്ങനെയുള്ള സംഘമാണ്? ഹളറു, അവര് ജമാഅത്ത് നടക്കുന്ന സ്ഥലത്ത് ഹാദിറായി. എപ്പോഴാ ഹാദിറായത്? വല്ലിമാമു ഖദ് ഫറഗ മിനർ റുകൂഇൽ അഖീരി, അവസാനത്തെ റക്അത്തിലെ റുകൂഉം ഇമാമിന്റേത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി ആ ഇമാമിനോട് തുടർന്നാൽ ഒരു റക്അത്ത് ജമാഅത്തായി കിട്ടൂല. അങ്ങനെയുള്ള സമയത്ത് ഒരു സംഘം ആളുകാരെ, ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നാൽ അവർക്ക് സുന്നത്താക്കപ്പെടും എന്ത്? അയ്യസ്ബിറു, ഈ ജമാഅത്തിൽ തുടരാതെ
അവര് കാത്തിരിക്കുക. ഏതുവരെ കാത്തിരിക്കുക? ഇലാ യുസല്ലിമ, ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇമാമ് സലാം വീട്ടുന്നത് വരെ കാത്തിരിക്കുക. അദ്ദേഹം സലാം വീട്ടിയതിന്റെ ശേഷം സുമ്മ യുഹരിമൂ, അവരിൽപ്പെട്ട ഒരാള് ഇമാമായി നിന്ന് ജമാഅത്തിന് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ ജമാഅത്ത് തുടങ്ങാൻ. നമ്മളെ നാട്ടില് ഒരു വല്ലാത്ത ഖിയാമത്തിന്റെ ഒരു അലാമത്താണ്. ദുന്യാവിൽ മശ്രിഖ് മഗ്രിബ് ഇടയിൽ നമ്മളെ ഭൂമി മലയാളത്തിലല്ലാതെ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. സലാം വീട്ടുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴും ഇമാമിനെ തുടരാ, അത് വേറെ വിഷയം. ഇമാമ് സലാം വീട്ടിയിട്ട് മസ്ബൂഖീങ്ങള് ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ എഴുന്നേൽക്കുമ്പോ വലിയ ബാല് വെച്ച തലേക്കെട്ട് കെട്ടിയ ഉസ്താദന്മാര് വരെ സംഘാളുകൾ പുറത്തുണ്ട്. ജമാഅത്ത് തുടങ്ങാൻ എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ അതിന് നിൽക്കാതെ ഈ മസ്ബൂക്ക് ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റോടത്ത് അയിമ കൊണ്ടുപോയിട്ട് തേച്ചു വിട്ടുക. ഇനി ഒരു സാധാരണക്കാരൻ അതിന് പോണില്ലെങ്കിൽ മറ്റേ ഉസ്താദ് ഇവനെ തോണ്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാട്ടുക, ഏത് ആ മസ്ബൂക്കിനെ തുടരാൻ വേണ്ടിയിട്ട്. എവിടുന്ന് വന്നു ഈ ഇസ്ലാം നിങ്ങൾക്കറിയില്ല. എന്താ തരക്കടില്ല. ഈ ഒരു വ്യക്തി മാത്രമാണ് കയറി വന്നത്. ഇനിയിപ്പോ അടുത്തൊന്നും അവിടെ ആരും വരാൻ സാധ്യതയില്ല. അപ്പൊ അയാൾ രണ്ട് വഴി അയാളെ മുന്നിലുള്ളൂ. ഒരു പക്ഷേ ഒറ്റക്ക് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ഈ പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ മസ്ബൂക്കിനെ തുടരുക. രണ്ട് വഴി മാത്രം. അപ്പൊ പിന്നെ അയാൾ തുടർന്നോട്ടെ, അവിടെ കുഴപ്പമൊന്നുമില്ല. കാരണം കറാത്താണെങ്കിൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുന്നതിനെക്കാട്ടിലും ഫളീലത്ത് കിട്ടുമല്ലോ. ഏത് ഫിൽജുംല ജമാഅത്തുണ്ട് എന്ന് പറയാം. അതേ സമയത്ത് സംഘം ഒന്നിലധികം ആളുകൾ, അത് തന്നെ എല്ലാ നിലക്കും ഇമാമുക്കാൻ യോഗ്യതയുള്ള ഉസ്താദന്മാർ ഉൾപ്പെടെ കയറി വന്നിട്ട് ഈ മസ്ബൂക്കിനെ ഏച്ചുകൂട്ടുക. മുമ്പ് ഞാനൊരുക്കെ പറഞ്ഞേക്ക്, നമ്മൾ കോഴിക്കോട് പോയി നോക്കിയാൽ വളരെ വ്യക്തമായി, ഞാൻ കുറ്റം പറയല്ല, ഞാൻ അതിന്റെ ആളായതുകൊണ്ട് പറയാണ്. നമ്മളെ മർക്കസ് കോംപ്ലക്സിന്റെ പള്ളിയിലൊക്കെ ചെന്നാൽ ളുഹ്ർ നിസ്കരിച്ച ജമാഅത്ത് അസർ വരെ ഉണ്ടാവും. ഒക്കെ നല്ല നല്ല ഉസ്താദന്മാരാണായിരിക്കും. ആദ്യത്തെ ഇമാമ് സലാം വീട്ടിയപ്പം ബേറ്റിൽ മസ്ബൂക്ക് എഴുന്നേറ്റപ്പോ കുറെ ആളുകൾ പോയിട്ട് ആയി തുടർന്നു. അങ്ങനെ തുടർന്ന് ആ ജമാഅത്ത് സലാം വീട്ടിയപ്പോ ബാക്കി ബേക്കുന്ന ആള് എഴുന്നേറ്റപ്പോ അയിമ പോയിട്ട് തുടർന്നു. അതങ്ങനെ കഴിയുമ്പോൾ തന്നെ അതിന്റെ ബേക്ക് തുടർന്നു. ഇങ്ങനെ മസ്ബൂക്കിനോട് മുത്തവാലിയായിട്ട് ഇങ്ങനെ തുടർന്ന് എന്താണ് ഇതിന്റെ ആവശ്യം? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് നിസ്കാരം തന്നെ സയ്യാവൂലാന്നാ. മസ്ബൂഖിനെ തുടർന്നുകൊണ്ടുള്ള നിസ്കാരം തന്നെ സ്വഹീഹല്ല, നമ്മളെ മദ്ഹബല്ല. എങ്കിൽ പോലും ഖിലാഫിന് മുറാഅത്ത് ചെയ്യണ്ടേ? ഖിലാഫിന് മുറാഅത്ത് ചെയ്യണല്ലോ. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു എന്ന് പറഞ്ഞോർത്ത് ഇവിടെ ഖുറൂജൻ മിൻ ഖിലാഫി മൻ അബ്തലഹു, നിസ്കാരം തന്നെ ബാത്തിലാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ ഖിലാഫിൽ നിന്നിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇത് കറാഹത്താണെന്ന് തന്നെ ഷാഫി മദ്ഹബിലെ മുഅ്തമദായ എല്ലാ കിതാബിലും പറഞ്ഞത്. വൈഫായ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റംലി ഇമാമും ഇബ്നു ഹജർ ഹൈതമി തങ്ങളും ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് കറാഹത്ത് തന്നെയാണ് എന്ന്. കറാഹത്തായ ജമാഅത്തിന്റെ ഫളീലത്ത് പോകുന്ന ഉറപ്പല്ലേ? എങ്കിൽ പിന്നെ ഈ ആളുകൾ തോന്നുള്ളടുത്ത് പിന്നെ എന്തിന് ഈ മസ്ബൂഖിനെ പോയി തുടരാൻ പോകുന്നു? ഒരു സഹിയായ 4 മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബിൽ നിസ്കാരം തന്നെ ബാത്തിലാണെന്ന് കൗലുള്ള മസലയാണത്. അതെന്തോന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉസ്താദന്മാരത് ശക്തിയായതിനെതിരെ ശബ്ദിക്കാത്തത് കൊണ്ടോ എന്തോ അത് വ്യാപകമായി നടക്കുന്നു. അത് തീരെ ബാത്തിലാവുന്നൊന്നും അല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ഇത് കറാഹത്താണ്. കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് പോകൂലേ? പക്ഷെ അത് മസ്മൂഹാണ്. എവിടെ ഒരാള് മാത്രം കയറി വന്ന് അവിടെ പഞ്ഞ് പെട്ടെന്ന് ഒരാൾ കയറി വരാൻ സാധ്യതയില്ല. ഒറ്റ സ്കരിക്കണതിനകത്തിൽ നല്ല ആ മസ്ബൂഖിനെ തുടരില്ല. കാരണം നമ്മുടെ മദ്ഹബിൽ അതുകൊണ്ട് ബാത്തിലാവൊന്നുമില്ലല്ലോ. അല്ലാത്ത സാഹചര്യത്തിൽ അത് കറാഹത്ത് തന്നെയാണ്. അത് വല്ലാതെ നാട്ടിലൊക്കെ ഇങ്ങനെ ആളുകൾ ചൂണ്ടിക്കാട്ടില്ല. മസ്ബൂഖ് ഒരാള് ബാക്കി പൂർത്തിയാക്കാതെ എഴുന്നേറ്റോടത്തേക്ക് കയറി വരുന്ന ആളുകളെ അങ്ങോട്ട് ചൂണ്ട അതിമേൽ കൊത്താൻ വേണ്ടിയിട്ട്. എന്താ കാട്ടുക? അത് ദുന്യാവിൽ വേറെ എവിടെയില്ല, നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ തുടരണ്ട എന്നാപ്പ പറയുന്നത്. നിലവിലുള്ള ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞിട്ടില്ല. ഉടൂഴത്തെ റക്കാത്തിന്റെ റുക്കു കഴിഞ്ഞിട്ട്, അഥവാ ഇനി അയാളോട് തുടർന്ന ഒരു റക്കാത്ത് ജമാഅത്തായിട്ട് കിട്ടൂല. അപ്പോൾ അയാളെ തുടരാതെ കാത്തുനിന്ന്
അദ്ദേഹം സലാം വീട്ടിയതിനു ശേഷം പുതിയ ജമാഅത്ത് തുടങ്ങലാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ഷർത്തുണ്ട്, മാലം യളിഖിൽ വഖ്തു, സമയം ഇടുക്കമായിട്ടില്ലെങ്കിലേ പറഞ്ഞേ പറ്റുള്ളൂ. ഏത്? ഇയാളെ സലാം വീട്ടുന്നത് വരെ കാത്തുനിന്ന് എന്നിട്ട് നിസ്കാരം തുടങ്ങിയാൽ നിസ്കാരത്തിൽ നിന്നിട്ട് മുഴുവനായോ അല്ലെങ്കിൽ കുറച്ചു ഭാഗമെങ്കിലുമോ വഖത്തുനിന്ന് പുറത്തുപോയി ഖളായി പോവും എന്ന് കണ്ടാൽ പിന്നെ അയിമ തുടരുക, അതന്നെ. അല്ലെങ്കിൽ അങ്ങനെ ഖളായി പോവില്ല എന്ന് കണ്ടാൽ, എത്രത്തോളം മുഖ്താറായ വഖത്ത് കഴിയും എന്ന് കണ്ടാൽ പോലും അവിടെ ഈ ജമാഅത്ത് കഴിഞ്ഞിട്ട് പുതിയ ജമാഅത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കലാണ് അഫ്ളല്. ഇതിപ്പോ ഒടൂത്ത റക്അത്തിലെ റുക്കൂഅ് കഴിഞ്ഞതിന് ശേഷം, കാരണം ഞാൻ ഇമാമിനെ തുടർന്ന ഒരു റക്അത്ത് കിട്ടൂലല്ലോ. വഖദ, അതുപോലെ തന്നെ കാത്തിരുന്ന് ക്ഷമിക്കലാണ് ഉത്തമം. ലിമൻ, ഒരാൾക്ക്, എങ്ങനത്തെ ഒരാളാണ് സുബിഖ ബിബാഉ സ്വലാത്തി, നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം മസ്ബൂഖായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റക്അത്ത് മസ്ബൂഖായി നോട്ടിക്കോളി, അല്ലെങ്കിൽ 2 റക്അത്ത് മസ്ബൂഖായി നോട്ടിക്കോളി, ഇനി ബാക്കി 2 റക്അത്ത് കൂടി ഉണ്ട്, അല്ലെങ്കിൽ 3 റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടും. എന്നാൽ പോലും അയാൾക്കും സുന്നത്തുണ്ട്. എന്ത്? റജ, ഇതോടുകൂടി അയാൾ പ്രതീക്ഷിക്കുന്നു ജമാഅത്തൻ, വേറൊരു ജമാഅത്തിനെ. എങ്ങനത്തെ ജമാഅത്താണ്? യുദ്രിക്കു, ഇയാൾക്ക് എത്തിക്കാൻ കഴിയും, മാഹും ആ കിട്ടാൻ പോകുന്ന പുതിയ ജമാഅത്തിന്റെ കൂട്ടത്തിൽ അൽക്കുല്ല, മുഴുവനായിട്ട് ജമാഅത്തായിട്ട് കിട്ടും എന്ന് കണ്ടാൽ അല്പഭാഗം കഴിഞ്ഞ ജമാഅത്തിൽ തുടരാതെ കാത്തുനിന്ന് ആ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ജമാഅത്തിൽ തുടർന്ന് മുഴുവനായി ജമാഅത്തായി നിസ്കരിക്കൽ, അതാണ് അഫ്ളല്. പക്ഷെ ഇവിടെ ഇമാമിന്റെ കൂടെ റക്അത്തൊക്കെ കിട്ടും, മുഴുവനായിട്ട് ജമാഅത്ത് കിട്ടില്ല എന്നുള്ളൂ. ഇവിടെ ഒന്ന് പറയാണ്ട്, ലാക്കിൻ ഇവിടെ പക്ഷേ ഖാല ശൈഖുന ഇബ്രാഹിം ജല്ലൈതമി തങ്ങൾ പറയുന്നു, എന്താ പറഞ്ഞ, ഇന്ന മഹല്ലഹു, അല്പം പിന്തി പോയ വ്യക്തിക്ക് ഈ ജമാഅത്ത് കഴിഞ്ഞിട്ട് മറ്റൊരു ജമാഅത്തിനെ പ്രതീക്ഷിക്കുമ്പോൾ കാത്തു നിൽക്കൽ അഫ്ളലാണ് എന്ന് പറയുന്നത്, മാലം യഫ്തു ബിന്ദുവാരിഹിം, ഇനി വരാൻ പോകുന്ന പുതിയ ജമാഅത്തിന്റെ ആളുകളെ കാത്തിരിക്കൽ കൊണ്ടിട്ട് നഷ്ടപ്പെടാതിരുന്നാലാണ് ഫളീലത്ത് അവ്വലുൽ വഖ്തി ഔ വഖ്തുൽ ഇഖ്തിയാർ, മുഖ്താറായ വഖ്ത് അതല്ലെങ്കിൽ അവ്വൽ വഖ്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടൂലെങ്കിലാണ് കുറച്ചു ഭാഗം ബിന്ദി, എന്നാൽ അതിനോട് തുടരാതെ പുതിയ ജമാഅത്തിന് വേണ്ടി കാത്തു നിൽക്കൽ നല്ലതാണെന്ന് പറഞ്ഞ. ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, അവസാനത്തെ റക്അത്തിലെ റുക്കൂഉം കൂടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി തുടർന്നാൽ ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടൂല എന്ന് കണ്ടാൽ, അവിടെ ഖളാ ആവില്ലെന്ന് കണ്ടാലൊക്കെ കാത്തിരിക്കൽ നല്ല തന്നെ. ഇവിടെ അതല്ല, ഫളീലത്തുൽ വഖ്ത്, അവ്വൽ വഖ്തിന്റെ ഫളീലത്ത് അതല്ലെങ്കിൽ മുഖ്താറായ വഖ്ത് നഷ്ടപ്പെടൂലെങ്കിലേ ഈ പറഞ്ഞ സ്ഥലത്ത് കാത്തിക്കേണ്ടതുള്ളൂ. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ആദ്യം പറഞ്ഞോടത്ത് ഓൻ ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ ജമാഅത്ത് കിട്ടൂല, അവിടെയാണ്. ഇതങ്ങനെയല്ല, കുറച്ച് ഒരു റക്അത്തോ 2 റക്അത്തോ ഒക്കെ കഴിഞ്ഞു പോയെങ്കിലും ഒന്നിൽ കൂടുതലോ റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ്. ഇന്നത്തേക്ക് എന്നെ ഒരുപാട് കാവി മെസ്സേജ് വരുന്നുണ്ട്, ആലൂരെ കട്ട് വരുന്നുണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ. വെറുതെ ഞാനിവിടെ നിന്ന് ഒച്ചട്ടിട്ട് പ്രശ്നമാകരുതല്ലോ. കട്ട് വരുന്നുണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം. സവാഉം ഫീ ദാലിക, ഇങ്ങനെ പിന്നീട് വരുന്ന ആളുകളെ കൂട്ടത്തിൽ കൂടി മുഴുവനായി ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്തി നിൽക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞോടത്ത് തുല്യമാണ് അർറജാവു, ഇങ്ങനൊരു ജമാഅത്ത് കിട്ടും എന്നുള്ള മിക്കവാറും തന്നെ, അതാണ് റജാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വൽയഖീനു, ഉറപ്പും. ശക്ക് പോരാന്നർത്ഥം. ഒരുപക്ഷെ ഈ ജമാഅത്തിൽ കൂടാതെ അല്പസമയം കാത്തുന്നാൽ ഇനി വേറെ കുറെ ആളുകൾ വരാനുണ്ട്, അങ്ങനെ ആ ജമാഅത്ത് മുഴുവനായി കിട്ടും എന്നുള്ള വന്ന് വേണം, അതല്ലെങ്കിൽ യഖീന് വേണം. വന്നുണ്ടായാലും ഈ ജമാഅത്തിൽ കൂടാതെ മുഴുവനായി ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കാം എന്ന്. അതോടൊക്കെ ഇനി വേറൊരു പുതിയ മസല പറയാം. വഅഫ്താബാദുഹും, ചില ഇമാമിയങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു, ബിഅന്നഹു, തീർച്ചയായും ഒരു വ്യക്തി ലൗ ഖസദഹ, ജമാഅത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വീട് എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ഒരാള് പള്ളിക്കൊക്കെ പോയത് എന്തിനാ? ജമാഅത്തായി നിസ്കരിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയാ. സാധാരണ എപ്പോഴും അയാൾ ജമാഅത്തിന് പോകുന്ന ആളാണ്. അതുപോലെ ജമാഅത്തിൽ സംബന്ധിച്ച് ജമാഅത്തായി നിസ്കരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു.
പക്ഷേ ദൗർഭാഗ്യവശാൽ ഫലം യുദ്രിക്കുക, ജമാഅത്തിനെ അവൻ എത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവൻ എത്തിയപ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു പോയി. സ്ഥിരമായി ജമാഅത്തിന് എത്തുന്ന ആളാണ്. ജമാഅത്തിന് പോകണം എന്നവർക്ക് ആഗ്രഹത്തോടു കൂടി ജമാഅത്തിൽ കൂടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പുറപ്പെട്ടത്. പക്ഷേ സംഗതി വശാൽ പള്ളിയിലെത്തിയപ്പോൾ ജമാഅത്ത് കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ ഒറ്റക്കാണല്ലോ നിസ്കരിക്കുന്നത്. അവിടെ പണ്ട് പറഞ്ഞ ഏകത്ത് പറ്റും ആളുകൾ പിരിഞ്ഞു പോയിട്ട് ആരെങ്കിലും ഒരാൾ ഇയാളെ കൂട്ടത്തിൽ ജമാഅത്തായി നിസ്കരിച്ചു കൊടുക്കൽ വലിയ ഫളീലത്തുണ്ട്. അതിനൊന്നും ആരുമില്ല, ഇയാൾ ഒറ്റക്കായിപ്പോയി. എന്നാലും കുതിബലഹു, ഈ വ്യക്തിക്ക് രേഖപ്പെടുത്തപ്പെടും അജ്റുഹ, ജമാഅത്തിന്റെ ഫളീലത്ത്. അങ്ങനെ സഹിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സഹിയായ ഒരു ഹദീസിൽ വ്യക്തമായി തന്നെ മൻ തവല്ലഅ ഫഅഹ്സന വുദൂഅഹു, ഒരാൾ നല്ല നിലക്ക് അതവോടുകൂടി വുദൂ ചെയ്തു, സുമ്മറാഹ, പിന്നീട് പള്ളിയിലേക്ക് പുറപ്പെട്ടു, ഫവജദന്നാസ ഖസ്സല്ലു, ആളുകളൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതായി കണ്ടു. എന്നാൽ അഅതാഹുല്ലാഹു, അല്ലാഹു ആ മനുഷ്യന് കൊടുക്കും മിസ്ല അജ്രി മൻ സ്വല്ലഹ, ജമാഅത്തായി നിസ്കരിച്ച ആൾക്ക് കൊടുക്കുന്ന കൂലി പോലത്തെ, ഔ ഹവറഹ ശക്റാവിന്റെ ശക്ക, ലാ യൻഖുസു സാലിക മിൻ അജ്രിഹിം ഷൈആ, ജമാഅത്തായി നിസ്കരിച്ചവർക്ക് കിട്ടുന്ന കൂലിയിൽ യാതൊരു കുറവും ഇദ്ദേഹത്തിനും വരൂല. എന്താ? നിയ്യത്ത് പോലെയാണ് മയ്യത്ത് എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്, അതാണ് അതിന്റെ കണക്ക്. അമലിന് കിട്ടുന്നത് പോലെ തന്നെ നിയ്യത്തിനും കൂലി കിട്ടും. ومن يخرج من بيته مهاجرا الى الله ورسوله ثم يدركه الموت فقد وقع اجره على الله, ഖുർആനിൽ പറഞ്ഞു. ആശയം തന്നെ. അപ്പൊ നല്ല നിയ്യത്തോടു കൂടി പുറപ്പെട്ടു, പക്ഷേ അള്ളാഹുവിന്റെ ഖള സംഗതി വശാൽ അതിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. മനഃപൂർവ്വം അവന്റെ അടുക്കൽ വീഴ്ചയുണ്ടായതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഉദ്ദേശം അവന് അതിൽ പങ്കെടുക്കണം എന്ന് തന്നെയായിരുന്നു. എന്നാൽ അതിന്റെ പ്രതിഫലം കിട്ടും. ലിഹദീസിൻ ഫീഹി, ഇങ്ങനെ ജമാഅത്ത് ഉദ്ദേശിച്ച് ചെന്നവൻ അവൻ എത്തിയപ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വന്നാലും ജമാഅത്തിന്റെ കൂലി ലഭിക്കും എന്ന ഹദീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ചില ഇമാമിയങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ വേറൊരുത്തിൽ ഇനി പറയണ്ട്, ഓടിപ്പോകാൻ പാടില്ല എന്ന് പറയും. ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ ജമാഅത്ത് അടക്കുന്നത് കേട്ടു, ജമാഅത്ത് കഴിഞ്ഞു പോകും എന്ന് കേട്ടാലും കണ്ടാലും ഓടിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടത്തേക്കാണ് അത് യോജിപ്പ്. ഉദ്ദേശിച്ച് പുറപ്പെട്ടതാണോ ജമാഅത്തിന് കൂലി ഏതായാലും കിട്ടും, അതുകൊണ്ട് ഓടിയും പായൊന്നും വേണ്ട അഞ്ച് പറയും ആ ഭാഗം. ഇപ്പൊ ജമാഅത്ത് കിട്ടണമെങ്കിൽ അഥവാ 27 ദർജ കിട്ടണമെങ്കിൽ ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോ തുടർന്നാലും മതി. ഇനി ജമാഅത്തിൽ കിട്ടുന്ന വേറൊരു പുണ്യാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത്. അത് ജമാഅത്തിന്റെ 27ന്റെ പുറമെ കിട്ടുന്ന ഒരു പ്രത്യേക നേട്ടമാണ്. വതുദ്റകു ഫളീലത്തു തഹറുമിൻ മഅ ഇമാമിൻ, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്ന മഹത്തായ പുണ്യം ലഭിക്കും. ബിഹുദൂരിഹി, മൗമൂമ് ഹാദിറാകൽ കൊണ്ട്. അൽ മൗമൂമി അത്തഹറുമ, ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് അവിടെ ഹാദിർ ഉണ്ടാവുക. അതെന്നാൽ ഇഖാമത്ത് കൊടുത്ത് എല്ലാവരും സൊഫ് കെട്ടിയപ്പം ഇവരുണ്ട് സൊഫില്. അങ്ങനെ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോ ആൾ അവിടെ ഉണ്ട്. അതിന്റെ പുറമെ വഷ്തിഗാലിൻ ബിഹി, അത് നമ്മള് മലയാളികൾ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്ന. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന്റെ ശേഷമാണോ കാരിക്കുരച്ചൊന്ന് തുപ്പാൻ പോയി, പിന്നെ തലയെ കെട്ടൊന്ന് അല്ലെങ്കിൽ തൊപ്പിയൊന്ന് ചൊഗ്ഗാക്കി, കുപ്പായത്തിന് കുടുക്കൊന്ന് നേരെയാക്കി, ഉടുത്ത തുണി ഒന്ന് ചൊഗ്ഗാക്കി, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കി, പിന്നെ ഒന്ന് കൂറ്റണക്കി, അപ്പോത്തിന് ഇമാമ് വലല്ലാഹീൻ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാ നമ്മൾ ഉസല്ലി തുടങ്ങുക. ഓൽക്ക് ആ ഫളീലത്ത് കിട്ടൂല. മറിച്ച് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും വസ്തിഗാലിൻ ബിഹി, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മൗമൂമ് ഷോലാവുകയും വേണം. ആഖിബ തഹറുമി, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ, കണ്ടോ ആഖിബാണ്, ഉടനെ അതുമായി ഷോലാണ്. ആഖിബ തഹറുമി ഇമാമി, അതായത് മിൻഗൈരി തറാഹിൻ. ആ ആഖിബിന്റെ അർത്ഥം തന്നെയാണ് പറഞ്ഞത്. അതായത് താമസിപ്പിക്കാതെ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാമുമായി ഷോലാകുക, എന്നാലേ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടുകയുള്ളൂ. അതിനെന്താ, അതൊരു വലിയ ഫളീലത്ത് അതിന് പറയും. എന്തല്ല, ജമാഅത്തിന്റെ 27 ദർജ എന്ന് പറഞ്ഞ ഫളീലത്തല്ല. ഇപ്പൊ സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോൾ തുടങ്ങാനും കിട്ടും.
തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് എന്ന് പറയുന്നത് അത് പ്രത്യേകം വേറൊരു ഫളീലത്താണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഫഇല്ലം യഹ്ദുർഹു, ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന് അവൻ ഹാദിറില്ല എന്നാണ്. ഇമാം തക്ബീർ കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പള്ളിയിൽ എത്തണ്. അതല്ലെങ്കിൽ സംഗതി ആളവിടെ ഉണ്ട്. ഔ തറാഹ, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് ഇവൻ അല്പം പിന്തി, നമ്മളെ ആൾക്കാരെ പോലെ അങ്ങോട്ട് നോക്കിയിട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടും കാരി കുറച്ചിട്ടും ഒക്കെ പാടായിട്ട് സമയം പിന്തി. എന്നാൽ ഫാത്തത്തുഹു, അവന് നഷ്ടപ്പെട്ടു പോവും ഫളീലത്തുഹു, തഹർറുമിന്റെ ഫളീലത്ത്. തഹർറുമിന്റെ ഫളീലത്ത് അതുകൊണ്ട് പോകും. ആ സമയത്ത് അവിടെ ഞാനും പോവും, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ട് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാമുമായി ഷോലാകാതിരുന്നാലും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അവിടെ ചെറിയൊരു ഇസ്തിദ്റാക്ക്, പക്ഷേ യുഗ്തഫറു ലഹു, ഈ മൗമൂമിന്, ഏത് മൗമൂമിന്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഇമാമിന്റെ കൂടെ ഹാളിർ ഉണ്ടായിരുന്ന മൗമൂമിന് പൊറുക്കപ്പെടും. വസ്വസത്തുൻ ഖഫീഫത്തുൻ, ഒരു അയഞ്ഞ കുറഞ്ഞ ശ്വാസമൊക്കെ. കുറഞ്ഞ ശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഉറുഫാണ് കണക്കാക്കേണ്ടത് എന്നാണ് ഇമാം റംലി റഹ്മഹുല്ലാഹ് പറഞ്ഞത്. കുറെ നേരമായി ഇയാളിങ്ങനെ ഉസ്വല്ലി ഉസ്വല്ലി ദുഹ്റ് എന്ന അല്ലാ 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 അങ്ങനെ ചൊല്ലിക്കൊണ്ടുന്ന ഓനൊരു വിശ്വാസ തലക്ക് പെരട്ടിക്കൊന്നാണ് കൊടുക്കാൻ വേണ്ടി, ഓരോ ഫളീലത്തു തഹർറും കൊടുക്കല. അതേ സമയത്ത് കുറഞ്ഞൊരു വിശ്വാസമൊക്കെ ചില ആളുകൾക്ക് വന്നുപോകും. അതൊക്കെ ഉറുഫ് അനുസരിച്ച് കുറച്ചാണെങ്കിൽ അത് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഓരോ ഫളീലത്ത് കിട്ടും. അപ്പൊ എന്താ ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമുണ്ടോ? അതുണ്ട്. വഇദ്റാകു തഹർറുമിൽ ഇമാമി, ഇമാമിന്റെ കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടുക എന്നത് ഫളീലത്തും മുസ്തഖില്ല, അത് സ്വന്തം പ്രത്യേകം ഒരു സെപ്പറേറ്റ് ഫളീലത്താ, എഴുതിപ്പെട്ടതല്ല. ജമാഅത്തിന്റെ എഴുത്ത് എന്ന് പറഞ്ഞപ്പെട്ടതല്ല. തന്നെയല്ല മഅ്മൂറും ബിഹാ, അത് നേടിയെടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നികൗനിഹി, ഈ തഹർറും ആയതുകൊണ്ട് സഫൂവത്തു സ്വലാ, അത്തക്ബീറത്തു സഫൂവത്തു സ്വലാ, നിസ്കാരത്തിന്റെ ആകത്തുക രത്നച്ചുരുക്കം, അതിനിങ്ങനെ സത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒറ്റ സമയത്ത് മനസ്സ വാച കർമ്മണ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുന്ന ഒറ്റ സെക്കൻഡാണ്. അതൊരു വല്ലാത്ത സമയമാണ്. അപ്പൊ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഒരു വസ്തുവിന്റെ, ഏതൊരു വസ്തുവിനും ലികുല്ലി ഷൈഇൻ സഫൂവത്തുൻ വസഫൂവത്തു സ്വലാത്തി അത്തക്ബീറത്തുൽ തക്ബീറ, തക്ബീറത്തുൽ ഇഹ്റാമാണ് നിസ്കാരത്തിന്റെ സഫൂവത്ത്, അതിന്റെ ആകെ പ്യൂർ ജ്യൂസ്, സ്വത്ത് എന്ന് പറയാം. അതിന്റെ പുറമെ ഒരു അന്ന മുലാജിമോ, അതിന്റെ പ്രത്യേക ഫളീലത്ത്. പതിവായി ഇടമുറിയാതെ ഈ തഹർറുമിന്റെ ഫളീലത്തിനെ പിന്തുടർന്നൊരു വ്യക്തി 40 യൗമൻ, 40 ദിവസം തുടർച്ചയായി 5 വഖത്തിലും ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടിയാൽ, മുസ്തഖില്ലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് അറിയാത്ത ഞാൻ ഇംഗ്ലീഷിലൊക്കെ അർത്ഥം പറഞ്ഞ ആരും എന്താ അങ്ങക്ക് സെപ്പറേറ്റ് എന്ന് പറയാം, ജമാഅത്തിന്റെ 27 പെട്ടതല്ലാതെ വേറെ സ്വന്തമായി തന്നെ പ്രത്യേകം ഒരു ഫളീലത്താണ്. എന്താണ് ഈ ആലൂരിന്റെ പഠിച്ചോനെ? ഇപ്പൊ തിരിഞ്ഞ ഒരു പൂവിടലുണ്ട് ആലൂര്. തിരിഞ്ഞിട്ട് എനിക്ക് ആ പൂവിടൂല. അപ്പൊ ആലൊരു പൂവിട്ടിട്ടില്ല. ഇനി എന്തോ നിസ്കാരം അവിടെ ഒരു നിസ്കാരം ഇല്ലട്ടാ. മുസ്തഖില്ലത്താന്റെ ജമാഅത്തിന്റെ 27ന്റെ ഭാഗമല്ല. എന്നാ മതി, തിരിഞ്ഞാ മതി, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ പണ്ട് ഉസ്താദ് പറഞ്ഞേക്ക് വിളങ്ങിയാ മതി. പിന്നെ വലിയ എന്നെ മുലാസിം, അതൊരു പ്രത്യേകം, ഒന്ന് സഫുവത്താണ് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. മറ്റൊന്ന് ഈ തഹർറുമിനെ മുലാസമത്ത് ചെയ്യുന്ന ആള് 40 യൗമൻ, 40 ദിവസം തന്നെ 5 വഖത്തും പേക്കാതെ, അതെ ഹാസ് എന്നർത്ഥം. മറ്റുമായിട്ട് ബന്ധമില്ല. ആ ജമാഅത്തിന്റെ 27 ബന്ധമില്ല, ഇത് സ്വന്തം വേറെ തന്നെ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടി എന്നതുകൊണ്ട് എന്ത് കിട്ടിക്കൊള്ളുന്നില്ല, ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടി എന്നുകൊള്ളുന്നില്ല. അത് വേറെ പ്രത്യേകം ഒന്ന് തന്നെയാണ്. ഇനി 40 ദിവസം 5 വഖത്ത് തുടർച്ചയായിട്ട് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടുത്താതെ പതിവാക്കിയ ഒരാള് യുക്തബു ലഹു, അവന് രേഖപ്പെടുത്തപ്പെടും ബറാഅത്തും മിനന്നാരി, നരകത്തിൽ നിന്നിട്ടുള്ള മോചനവും, വബറാഅത്തും മിനൻ നിഫാഖി,
നിഫാഖിൽ നിന്നിട്ടുള്ളതായ മോചനവും എന്ന് പറഞ്ഞാൽ അവൻ ഈമാൻ കിട്ടി മരിച്ച് മൂമിനായി സ്വർഗത്ത് പോകാൻ ഇടവരും എന്ന് ഹദീസിലുണ്ട്. കമാഫിൽ ഹദീസി, അങ്ങനെ ഒരു ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. 40 ദിവസം തുടർച്ചയായി ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിനെ തൊട്ടും അതുപോലെ തന്നെ നരകത്തെ തൊട്ടുമുള്ള ബറാത്തിനെ രേഖപ്പെടുത്തും എന്ന് പറയുന്ന ഈ വലിയൊരു മഹത്വം ഏതിന് കിട്ടുന്നതാണ്? ജമാഅത്ത് എന്നുള്ള നിലക്കല്ല, മറിച്ച് ഫളീലത്തു തഹറൂം എന്ന നിലക്ക് കിട്ടുന്ന പ്രത്യേകമാണ്. അപ്പൊ അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി സാധിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ പള്ളിയിലെത്താൻ പറ്റുന്നവരെത്തുക, എന്നിട്ട് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ താമസിയാതെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുക. ജമാഅത്തിന്റെ കൂലിയും കിട്ടും. തുടർച്ചയായിട്ട് 40 ദിവസം ഇങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ മുനാഫിഖായി പോല, ഈമാൻ കിട്ടി മരിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പൊ നമ്മൾ പറഞ്ഞെങ്ങനെ ഫളീലത്ത് കിട്ടണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഇമാമിന്റെ കൂടെ ഹാജർ ഉണ്ടാവും വേണം. ഇമാമ് തക്ബീർ കെട്ടിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാമുമായി ഷോലാവും വേണം എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ മാറ്റം വഖീല, ഒരു ഖീലുണ്ട് ആ പറഞ്ഞതിന്റെ മാറ്റം. യഹ്സുലു ഫളീലത്തു തഹറൂമി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് എന്നത് കിട്ടും ബിഇദ്റാക്കി ബഅദിൽ ഖിയാമി, ഒന്നാമത്തെ റക്അത്തിലെ ഖിയാമിൽ നിന്നിട്ട് അല്പം എത്തിച്ചാൽ. അതായിരിക്കും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത്, അത് പ്രത്യേകം മനസ്സിലാക്കണം. തക്ബീറത്തിന്റെ ഇഹ്റാമിന്റെ സമയത്ത് പള്ളിയിൽ എത്തിപ്പെടാൻ കഴിയാത്തൊരു വ്യക്തി, അയാൾ എത്തിയപ്പോഴേക്ക് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് റുക്കൂ പോകാനായിന്. എന്നാലും അൽഹംദുലില്ലാ അവൻ തക്ബീർ കിട്ടിയതിനു ശേഷമാണ് ഇമാം റുക്കൂയിൽ പോയത്. അപ്പൊ ഇമാമിന്റെ കൂടെ ഖിയാമിൽ നിന്നിട്ട് അല്പസമയം കിട്ടിയിട്ടുണ്ട്, എന്നാൽ അയാൾക്കും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടൂന്ന്. ഇതായിരിക്കും അതല്ല, അതിനാണ് പ്രത്യേകം പറയാൻ കാരണം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഇമാമുണ്ട്, ഇമാമിന്റെ കൂടെ അവൻ അവിടെ ഉണ്ട്. ഓരെന്താക്കിയേക്കാണ് ചൊറി കുത്തിയിട്ടും കാരി കുറച്ചിട്ടും തുണി തൊപ്പി നന്നാക്കിയിട്ടും നേരം ബഗിച്ചോനെ പറ്റിയിട്ടല്ല, സംഗതി വശാൽ താമസിച്ച് പോയതാണ്. ഇവൻ എത്തിയപ്പോഴേക്ക് ഇമാമ് ഒന്നാമത്തെ ഖിയാമിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ട്, പക്ഷെ റുക്കൂയിൽ പോയിട്ടില്ല. വേഗം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, ഇമാമിന്റെ ഖിയാമിൽ കുറച്ച് സമയം കിട്ടി. ഇമാം തക്ബീർ കിട്ടിയതിനു ശേഷമാണ് ഇമാമ് റുക്കൂയിൽ പോയത്. എന്നാ അയാൾക്കും കിട്ടൂന്ന്. അത് പിന്തി വന്നവർക്കുള്ള ഒരു ഓഫറാണ്. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല്, അപ്പൊ കീശീരിക്കൊക്കെ ഉണ്ടാണ് ഇഷ്കാൽ. എന്നാ പിന്നെ പള്ളിക്കുന്ന മൊല്ലാക്ക് ഇഖാമത്ത് കൊടുക്കുന്നത് കേൾക്കുമ്പം പെരേലിനി അവിടെ നിന്ന് ഒരു പാച്ചിലങ്ങോട്ട് പാഞ്ഞാലോ, പാഞ്ഞാണ്ട് ചെന്നാ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോത്തിന് പാഞ്ഞ് കേറിയിട്ട് അവിടെ എത്താം. അങ്ങനെ പറ്റുമോ? അത് പറ്റൂല. വയുന്തബൂ സുന്നത്താക്കപ്പെടും. തെർക്കുൽ ഇസ്രായി കേട്ടോ, തിരക്കൂട്ടി പാഞ്ഞു പോകലിനെ ഉപേക്ഷിക്കൽ സുന്നത്താണ്. വൈൻ ഖാഫ ഫൗഖ്ത തഹറുമി, ഫളീലത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചാലും തിരക്ക് കൂട്ടി ധൃതി വെച്ച് ഓടിപ്പോകാതിരിക്കണം. അപ്പോ ഈ പറയുന്ന സഫവത്തു സ്വലാത്താവുന്ന 40 ദിവസം തുടർച്ചയായിട്ടായാല് 2 ബറാത്ത് കിട്ടുന്ന ഈ ഫളീലത്തല്ലേ പോണത്, ആയിക്കോട്ടെ. എന്നാലും നിബിതങ്ങളുടെ കൽപ്പന പാലിച്ചുകൊണ്ട് സുന്നത്തായ നിലക്ക് അടക്കൊതുക്കത്തോട് കൂടുക എന്ന സുന്നത്തെടുത്താൽ ഈ സഫവത്തു സ്വലാത്താവുന്ന തക്ബീറത്തിന്റെ ഫളീലത്തിന് തുല്യമോ അതിൽ കൂടുതലോ ഉള്ള കൂലി അല്ലാഹു കൊടുക്കും. അപ്പൊ ഓടണ്ട. കിശിരി പെങ്ങനെ ഒരുങ്ങിക്കുക. കിശിരി പള്ളിന്റെ, ഞങ്ങളെ കുഴിമണ്ണ പഴയ പള്ളിന്റെ കെ ബാതുക്കൽ നിന്ന് തന്നെ നോക്കിയാൽ കാണും എന്റെ പേര. അപ്പൊ അവിടെ പായാനുള്ളൂ. പള്ളിപ്പറമ്പ് കുറച്ച് വലിപ്പുണ്ട് മാത്രം. ആ പള്ളിപ്പറമ്പിന്റെ അങ്ങേ തലക്കെ തന്നെ അവിടെ നിന്നാണ്ട് പാഞ്ഞാല് പള്ളിക്കലെത്തി പെരുമ്പാച്ചിലായണം. പള്ളി കുറച്ച് വലിപ്പമുണ്ട്. പാഞ്ഞവിടെ എത്തി. അപ്പോ ഇമാം അല്ലാഹു അക്ബർ പറയുന്നുള്ളൂ, അപ്പോത്തിന് കിട്ടിയല്ലോ. അങ്ങനെ പായാൻ പാടില്ല. അങ്ങനെ പതുക്കെ പോയാൽ മതി. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് കണ്ടാലും പായാൻ പാടില്ല എന്ന് മാത്രമല്ല, വക്കദൽ ജമാഅത്ത് തന്നെ നഷ്ടപ്പെടും എന്ന് കണ്ടാലും ഓടാൻ പാടില്ല. ഉണ്ടോ? അല്ല സഹീ മുഅ്തമദായ ഖൗലനുസരിച്ച് ജമാഅത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് കണ്ടാലും ഓടാൻ പാടില്ല.
ഉഷയൊക്കെ ജമാഅത്തിന് പാഞ്ഞതല്ല, പണ്ട് പോലീസുകാരൻ പാഞ്ഞ് ഉഷ പാഞ്ഞ് ഇതാക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓടി പരിശീലനം നടത്തുക. അപ്പം കാര്യമായിട്ട് കളി ഗ്രൗണ്ടിൽ ഓടുന്ന കണ്ടപ്പോ ആരാപ്പത് എന്നുള്ളവർക്ക് പോലീസുകാരൻ പാഞ്ഞു. അപ്പൊ ഇവളിത് മത്സരം പാച്ചിൽ പഠിക്കല്ലേ, ഓള് പെരുമ്പാച്ചിൽ കഴിഞ്ഞു. അപ്പൊ ഇവള് കിട്ടാറക്കാൻ വേണ്ടി പായിക്കുന്നവരോട് പോലീസുകാരൻ പാഞ്ഞു. അങ്ങനെ ഓടി പാഞ്ഞ് പിടിച്ചു നോക്കുമ്പോ ഇത് ഇവിടെ ഓടേണ്ട ആള് തന്നെയാണ്. അപ്പൊ എന്ത് മനസ്സിലായി, വേണമെന്ന് ഓടിയാലും പോലീസുകാരൻ ഓടിയാലും ഉഷന്റെ അവിടെ എത്തുന്നായി. എന്നേക്ക് ആ ഓട്ടം ഓടണ്ടെന്നപ്പ കീശിരി പറഞ്ഞ ആ ഓട്ടാച്ചല്ല, ഓടാതെ തിരക്കായിട്ട് പോകാൻ പാടില്ലാന്ന്. കാരണം വൗത്തുഹ വഅലൈക്കും ബിസ്സക്കീന വഅലൈക്കുമുസ്സക്കീന വൽവഖാർ ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫാതിമു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദാ ഖീമത്തുസ് സ്വലാത്തു ഫലാ തുഹാ തസ്ഔൻ. ഇഖാമത്ത് കൊടുക്കുന്ന കേട്ടാല് നിങ്ങൾ പള്ളിയിൽ നിസ്കാരത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ഓടിപ്പോകരുത്. വൗത്തുഹ ജമാഅത്തിലേക്ക് നിങ്ങൾ പോന്നോളൂ. വഅലൈക്കുമുസ് സക്കീനത്തു വൽ വഖാർ, നല്ല അടക്ക ഒതുക്കത്തോടു കൂടി പോന്നോളണം. എന്നിട്ട് വമാദ്റക്തും വസല്ലു, ഇമാമിന്റെ കൂടെ കിട്ടിയിരിച്ചോളി. വമാ ഫാതക്കും ഫാതിമു, നഷ്ടപ്പെട്ടത് പിന്നെ പൂർത്തിയാക്കിക്കോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പനയുണ്ട്. ജമാഅത്ത് തന്നെ നഷ്ടപ്പെട്ടു എന്ന് വന്നാൽ നേരത്തെ പറഞ്ഞല്ലോ, ജമാഅത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിക്ക് പുറപ്പെട്ടു, പക്ഷേ സംഗതി വശാൽ നഷ്ടപ്പെട്ടു പോയി എന്നാൽ ജമാഅത്തിന് കൂലി കിട്ടുമെന്ന്. അപ്പൊ ഓടിപ്പായാൻ പാടില്ല. എവിടെ വെച്ചില്ല? ഫിൽ ജുമാഅത്തി, ജുമായിൽ വെച്ച്. ജുമായിൽ ഓടിയെങ്കിലേ ജമാഅത്ത് കിട്ടുള്ളൂ എന്ന് കണ്ടാ ഓടണം. ഇനി ഓടിയാലും കിട്ടൂല എന്നാ കാറ് വിളിച്ചു പോയാലേ ജമാഅത്ത് കിട്ടുള്ളെങ്കിൽ കാറ് വിളിച്ചു പോകാനുള്ള പൈസ ഉണ്ടെങ്കിൽ കാറ് വിളിച്ചു പോകണം എന്നാണ്. ഫയജിബു, അപ്പോ ജുമാക്ക് വേണ്ടി ഇസ്രായേൽ ഉജൂബാണ് തോക്കത്തഹു, അവന്റെ ആവതനുസരിച്ച്. എങ്ങനെ നേരെ ഓടാൻ പോയിക്കൊങ്കിൽ ഓടുക, വണ്ടി വിളിച്ചു പോകാൻ പോയിക്കൊങ്കിൽ വണ്ടി വിളിച്ചു പോവുക. എപ്പം ഇൻ റജാ ഇദ്റാക തഹറുമി ഖബ്ല സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടുന്നതിന്റെ മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ സമയം കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ജുമാക്കാണെങ്കിൽ ആവുന്നത്ര വേഗത്തിൽ ഓടിപ്പോവുകയാണെങ്കിൽ ഓടിയിട്ട് വണ്ടി പോവുകയാണെങ്കിൽ വണ്ടി പോയിട്ട് എത്തൽ വുജൂബാണ്. കഴിഞ്ഞു. ഇനി വേറെ വിഷയം. വയുസന്നോ, സുന്നത്താക്കപ്പെടും, ലി ഇമാമിൻ, ഇമാമായി നിസ്കരിക്കുന്ന ആൾക്കും, വമുൻഫരിദിൻ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും എന്ത് സുന്നത്താക്കപ്പെടും? ഇന്തിറാറു ദാഖിലി മഹല്ലി സ്വലാത്തി മുരീദനിൽ ഇഖ്തിദാ ബിഹി. ഈ നിസ്കരിക്കുന്ന ഇമാമിനോട് അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോട് തുടരാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ച ഒരാളെ കാത്തു നിൽക്കൽ സുന്നത്താക്കപ്പെടുന്നു. അപ്പൊ എന്തൊക്കെ വേണോ? നിസ്കരിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചിരിക്കണം, ആ പ്രവേശിച്ച ആള് ഈ ജമാഅത്തിൽ തുടരാൻ ഉദ്ദേശിച്ചവനായിരിക്കണം. അങ്ങനെ വന്നാൽ ഈ ആളെ കാത്തിരിക്കൽ ഇമാമാണെങ്കിൽ ഇമാമിനും സുന്നത്ത് തന്നെയാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും സുന്നത്ത് തന്നെ. പക്ഷെ എവിടെയാണ് കാത്തിരിക്കേണ്ടത്? ഫിർ റുകൂഇ, റുക്കൂയിൽ കാത്തിരിക്കുക, നൃത്തത്തിലല്ല. എന്തിനാ റുക്കൂയിൽ കാത്തിരിക്കുന്ന? ആ സമയത്ത് ഇബാം എത്തി ഇയാള് റുക്കൂയിൽ തുടർന്ന് ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയ റക്അത്ത് കിട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ട് റുക്കൂയിൽ കാത്തിരിക്കൽ സുന്നത്താണ്. വത്തശഹുദിൽ അഖീരി, ഉടൂൽ അത്തഹിയ്യാത്തിൽ കാത്തിരിക്കലും സുന്നത്താണ്. ഈ രണ്ട് സ്ഥലത്തേ പ്രത്യേകം സുന്നത്തുള്ളൂ. ഇനി പ്രത്യേക സാഹചര്യത്തിൽ ഒരു മൂന്നാമത്തെ സ്ഥലമുണ്ട്, അത് വേറെ പറയാം. ഇതിപ്പോ ഇങ്ങനെ ഒരാള് ഉടൂൽ അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇമാമ്. അപ്പൊ ഒരാൾ പള്ളിയിൽ കയറി ജമാഅത്ത് കൂടാൻ വേണ്ടിയിട്ട്, എന്നാൽ ഇയാൾ മസീദ് ദജ്ജാലി പറഞ്ഞാണെങ്കിലും മറ്റെന്തെങ്കിലും ദുആ ചൊല്ലിയിട്ട് അല്പസമയം നീട്ടിയിട്ട് ഇയാൾ വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ അല്പം താമസിപ്പിക്കാം, അത് സുന്നത്താ. എന്തിനാ? ഈ ഉടൂൽ അത്തഹിയ്യാത്ത് ഇപ്പൊ സലാം വീട്ടി ഇയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കണ്ടേ? അപ്പൊ ഒരു മോമിനായ മനുഷ്യനോട് ജമാഅത്ത് കിട്ടിക്കോട്ടെ എന്നുള്ള ആൾക്ക് റുക്കൂൽ താമസിക്കുന്നതാ. റുക്കൂൽ ഇമാമിന്റെ കൂടെ തുടർന്ന ഒരു റക്അത്ത് കിട്ടുമല്ലോ. അപ്പൊ റുക്കൂൽ തുടരാൻ കാരണം ആ റക്അത്ത് മോമിന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടും അത്തഹിയ്യാത്തിൽ കാത്തിരിക്കുന്നത് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടും ഈ രണ്ട് സ്ഥലത്താണ് സുന്നത്ത്. ഇനി മൂന്നാമത്തെ ഒന്നുണ്ടായ ഇവിടെ ഒരു മൗമൂമ്, മുവാഫിഖായ മൗമൂമ് ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി എഴുതും കൊണ്ട് ബിന്ദി. ഇമാമാണെങ്കിൽ അല്പ സ്പീഡിൽ പോകുന്ന ആളാണ്, ഈ മൗമൂമാണെങ്കിലോ
വളരെ സാവകാശം മാത്രം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പൊ ഇമാമ് റുക്കൂ കഴിഞ്ഞു, ഇത്തിദാൽ കഴിഞ്ഞു, ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞ്, ഇടയിലിരുത്തം കഴിഞ്ഞ്, രണ്ടാമത്തെ സുജൂദിലെത്തിയിട്ടും ഈ മൗമൂമ് എവിടെ എത്തിയിട്ടില്ല? റുക്കൂലെത്തിയിട്ടില്ല. ഇനി ഇമാമ് സുജൂദിന്റെ തല ഉയർന്നാൽ ഒന്നിരിക്കൽ ഈ മൗമൂമിന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്ർ കൊണ്ട് പിന്തിയ വ്യക്തി നാലാമതൊരു ഫർദിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ സുജൂദിൽ ഇന്തിളാർ ചെയ്യൽ സുന്നത്തുണ്ട്. ഇങ്ങനെ 3 സ്ഥലം. അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ സുജൂദിൽ. മറ്റ് പള്ളിയിലെ ഒരാൾ കയറി നിസ്കരിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചൊരു വ്യക്തിയാണ്, അയാൾ ജമാഅത്തിൽ തുടരാൻ വേണ്ടി വരികയാണെന്ന് അറിഞ്ഞാൽ അയാളെ കാത്തിരിക്കൽ സുന്നത്തന്നെ. ആ കാത്തിരിക്കൽ റുക്കോയില് അതിലേക്ക് ഒടുങ്ങത്തയ്യാത്തിരി. പക്ഷേ ഈ സുന്നത്താൽ എപ്പോഴാണ്? ലില്ലാഹി തആല, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ ഇന്തിളാറ്. അല്ല ബാപ്പയാണ് വരുന്നത്, അല്ലെങ്കിൽ ഉസ്താദാ വരുന്നത്, മൂപ്പരൊന്ന് കാക്കാൻ പറ്റും, അല്ലെങ്കിൽ കമ്മിറ്റിന്റെ പ്രസിഡന്റാ വരുന്നത്, അല്ലെങ്കിൽ സെക്രട്ടറിയാ വരുന്നത്, മൂപ്പരെ കാത്തുക്കാഞ്ഞാല് ജോലി വല്ലാതെ നീണ്ടുപോകില്ല എന്ന നിലക്കാവരുത് എന്ന്. ആളെ ഇൽമിന്റെ പേരിലോ സ്ഥാനത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ വ്യത്യാസം കാട്ടാൻ പാടില്ല. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം അപ്പളേ സുന്നത്തിട്ടുള്ളൂ. അത് തന്നെ ബിദഅത്ത് അമിതമായി ദീർഘിപ്പിക്കാനും പാടില്ല. കാരണം എന്താ? പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ ഹക്ക് പരിഗണിച്ചുകൊണ്ടാണല്ലോ കാക്കുന്നത്. അതേസമയത്ത് തന്റെ കൂടെ നിസ്കരിക്കുന്ന മൗമൂമിങ്ങൾക്കുണ്ടല്ലോ ഹക്ക്. അമിതമായി താമസിപ്പിക്കുമ്പോൾ അവർക്ക് പ്രയാസം വരും. അപ്പം തന്റെ കൂടെ നിസ്കരിക്കുന്നവർക്ക് പ്രയാസം വരുമാർ അമിതമായി ദീർഘിപ്പിക്കാനും പാടില്ല, ആളുകൾക്കിടയിൽ വിവേചനം കാണിക്കാനും പാടില്ല. അതാണ് തമ്മീസും ബൈന ദാഖിലി എന്ന് പറഞ്ഞത്. പ്രവേശിക്കുന്ന ആളുകൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. വലൂലിൻ അഹ്ലി ഇൽമിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉസ്താദാണ് വരുന്നത്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഖബറുള്ള ഉസ്താദ് പള്ളി കയറി, അപ്പൊ ഉസ്താദ് തുടർന്നോട്ടെ എന്നുള്ളവർക്ക് കാത്തുക, അത് പാടില്ല. ആളെ എല്ലാം ഒരു കണക്കായിരിക്കണം. ജമാഅത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് പള്ളിയിൽ പ്രവേശിച്ച ആളാണെങ്കിൽ അയാളെ കാത്തിക്കാൻ ആളെ വ്യത്യാസമൊന്നും കാട്ടാൻ പാടില്ല. ഒന്നിരിക്കൽ വന്ന ആൾ തങ്ങൾ ബാപ്പയാണ്, അതല്ലെങ്കിൽ ഉസ്താദാണ്, അതല്ലെങ്കിൽ നമ്മളെ സ്വന്തം ബാപ്പയാണ്, അങ്ങനെയുള്ള പരിഗണന ഒന്നും കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും തുല്യ പരിഗണന. അപ്പോഴേ സുന്നത്തുണ്ടാവുള്ളൂ എന്നർത്ഥം. അതിനെ 3ാമത്തെ സ്ഥലം പറയുന്നത്. റുക്കൂഴിലും അതുപോലെ തന്നെ ഒടുലത്തയ്യാത്തിലും ഈ നിബന്ധന പാലിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വിവേചനം കാണിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അമിതമായി ദീർഘിപ്പിക്കാതെ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ വ്യക്തി ജമാഅത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് റുക്കൂഴിലും അതുപോലെ തന്നെ ഒടുലത്തയ്യാത്തിലും ഇന്തിളാർ ചെയ്യൽ സുന്നത്തുണ്ട്. വഖദാഫി സജദത്തി സാരിയത്തി, 2ാം സുജൂദിൽ ഇമാം ഇന്തിളാർ ചെയ്യൽ സുന്നത്തുണ്ട്. ലിയൽഹഖ മുവാഫിഖുൻ തഖല്ലഫ ലിഇത്മാമി ഫാത്തിഹത്തിൻ, ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി പിന്തിയതായ മുവാഫിഖായ മൗമൂമ് ദീർഘമായ 3 ഫർദ് വരെ പിന്താന്ന് പറയും. ആ 3 ഫർദ് വരെ പിന്തി 2ാമത്തെ സുജൂദിൽ നിന്ന് ഇമാം തല ഉയർത്തിയ 3 ഫർദ് കഴിഞ്ഞ് 4ലേക്ക് പ്രവേശിക്കും. അപ്പൊ നിസ്കാരം ബാത്തിലാവും. അതല്ലെങ്കിൽ അയാളുടെ റക്അത്ത് നഷ്ടപ്പെടും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2ാം സുജൂദിലും സുന്നത്തുണ്ട്. അതിന്റെ ഇടക്ക് പറഞ്ഞ അഞ്ഞു മേപ്പെട്ടിന് പോവുക. നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ പുറത്തുള്ള ഒരാളെ കാത്തിരിക്കൽ സുന്നത്തില്ല. എന്നാൽ ഹൗദും കരയില് ഒതുകൊടുക്കുന്ന ആളുകളുണ്ട്. ഓലും കിടറ്റിക്കോട്ടെ എന്നുള്ള ആൾക്ക് റുക്കോയിലോ ഒടുവിലത്തെ യാത്രയോ ഇന്തിളാർ ചെയ്യണോ? അത് വേണ്ട. പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞവരെ പരിഗണിച്ചാൽ മതി. പുറത്ത് ഒതുകൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൂത്രപ്പേരയിൽ ആളുണ്ട് എന്ന് എഴുതിയിട്ട് അവരെ കാത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവന്റെ ഹക്ക് സുബൂത്തായിട്ടില്ല. അതാണ് കാരണം. സംഗതി വൈകും സഹോദരൽ മസ്ജിദ് പള്ളി ചെറുതാണ്. പള്ളിന്റെ പുറത്ത് തന്നെ ഹൗദുകളാളുണ്ട്, അല്ലെങ്കിൽ മൂത്രപ്പേരയിൽ ആളുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് കിടക്കും, അത് കാത്തിക്കണ്ട. മഹല്ലു സ്വലാത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്തിളാർ ചെയ്യലേ സുന്നത്തുള്ളൂ. അതുപോലെ തന്നെ വലാ ദാഹിലിൻ, മഹല്ലു സ്വലാത്ത് നിസ്കരിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചവനെയും കാത്തിരിക്കൽ സുന്നത്തില്ല. എങ്ങനത്തെ കാഹിലാണ്? കണ്ടോ, അയാള് പിന്തലിനെ പതിവാക്കും എന്ന് പറഞ്ഞാൽ വേഗം ഇങ്ങോട്ട് വരൂല. അവക്കൊന്ന് കേറിയാല് പിന്നെ തുണിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു കൊടുത്ത് കുപ്പായത്തിന് കുടുക്കൊക്കെ ഒന്ന് ചൊങ്കാക്കി പിന്നെ തൊലക്കെട്ടൊക്കെ ഒന്ന് ഒപ്പിച്ച് ഒന്ന് കാരിക്കുറച്ച് അങ്ങനെയൊക്കെ വരുള്ളൂ. അതല്ലേ ഹറാമി ഇറക്കുപോയി. പൊതുവെ ഇയാളെ സ്വഭാവം എന്താ? ഇമാം റുക്കൂ പോകുന്നവരെ തക്ബീർ പിന്തിക്കുന്ന സ്വഭാവമുള്ള അങ്ങനത്തെ ഒരൊന്നും പിന്തിക്കാൻ കാത്തിക്കന്നെ വേണ്ട. തന്നെ കുറച്ച് വേഗം സമയം അല്ലാഹു പറഞ്ഞാലോ. ഏതായാലും ഓന് കാരണം എന്താ?
ഇവൻ ബുത്തൂൽ ഹർക്കത്ത് മനഃപൂർവ്വം ഉണ്ടാകുകയാണ്. വേം വന്ന് തുടരാൻ നോക്കൂല, അവിടെ ശോല എന്ന ആളാണ്. അതല്ലെങ്കിൽ വന്നാൽ തന്നെ ഇമാം റുക്കൂ പോകാൻ അവിടെ വരെ കാരി കുറച്ചിട്ടും തുണി കുപ്പായും ചൊക്കാക്കിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശോലായിട്ടും പിന്തിക്കുന്നവന് അങ്ങനത്തെ ഓരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നല്ല യുസല്ലു അദ്മുഹു, അത്തരക്കാരെ കാത്തിരിക്കാതിരിക്കൽ സുന്നത്താണ്. കണ്ടോ, തല തിരിച്ചിട്ട് കാത്തിരിക്കൽ സുന്നത്തില്ല എന്നല്ല, കാത്തിരിക്കാതിരിക്കൽ സുന്നത്ത്. എന്തുകൊണ്ട്? സജ്റലഹു, അവൻ ഇത്തരം പണി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സജ്റ് എന്നയാൾക്ക്. ഓനെ പള്ളിയിൽ കയറി കാണുമ്പോ തന്നെ സമയല്ലാഹു ലിമൻ ഹമീദഹു എന്നാണ് പറയാ ഇമാം. എന്തിനാ? ഓനൊന്ന് മനസ്സിലായിക്കോട്ടെ ഈ വൈദിച്ച എന്നുള്ളവർക്ക്. ഇനി ഖാൽ ഫൗറാനിയു, ഇമാം ഫൗറാനി റഹ്മത്തുള്ളാഹി പറയുന്നു, യഹ്റുമുൽ ഇന്തിളാറു, റുകൂയിലാണെങ്കിലും ഒടൂല തഹിയ്യാത്തിലാണെങ്കിലും കടന്നു വരുന്ന ആളെ കാത്തിരിക്കൽ സുന്നത്താണ്. എന്തിന്? ലിത്തവദ്ദുദി, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, വ്യക്തികളോടുള്ള സോപ്പിടൽ. അതാ തവദ്ദുദ്. ആളെ കീശയിലാക്കുക. പ്രസിഡന്റ് ഇങ്ങോട്ട് വന്ന അയാളങ്ങോട്ട് അതിന് വേണ്ടിയിട്ടാ. സെക്രട്ടറി ഇപ്പത്തെ ആള് കുറച്ച് കടുപ്പാണ്, അപ്പൊ അയാളൊന്ന് സോപ്പിട എന്ന നിലക്ക് തവദ്ദുദിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യൽ ഹറാമാണ്. കാരണം ഇല്ല അല്ലല്ലോ, അത് തന്നെയല്ല റിയാദ് വരുമല്ലോ ഇത്. അതുകൊണ്ട് വയുസന്നുലിൽ ഇമാമീൻ, പക്ഷെ മുഅ്തമദ് അവിടെ കറാഹത്താന്നുള്ളതാണ്. അത് ഫൗറാനി ഇമാമ് പറഞ്ഞത് മുഅ്തമദ് എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത്, മുഅ്തമദ് കറാഹത്താണ് ഇവിടെ. പക്ഷെ ഇമാം ഫൗറാനി തങ്ങൾ പറഞ്ഞത് കറാഹത്തുമെന്ന് നിൽക്കൂല, ആളുകളുടെ പ്രീതി സമ്പാദിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അത് ഹറാമ് തന്നെ വരും എന്നാണ് ഇമാം ഫൗറാനി തങ്ങൾ പറയുന്നത്. വയുസന്നുലിൽ ഇമാമി, അഞ്ഞെത്തി മതിയാക്കിയാലോ അലൂരെ? ഇവിടെ മത്തിന് കുറച്ചാണ്ട് പോകാണ്ട് സമയം ആയി ചെയ്തിരുന്നു. നോട്ടെ, സുന്നുൽ ഇമാമി അവിടെ നിന്നോട്ടെ. കാരണം അതേ നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിക്ക് കടന്നാ പിന്നെ ഒരു 2-3-4 വരി അവിടെ പോയെങ്കിലേ ഇനിയൊരു വഖഫുകൾ എത്തുള്ളൂ. അപ്പൊ ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ നോക്കാം.